വർഷങ്ങളായി ആരാധകർ കാത്തിരുന്ന ദൃശ്യം 3 ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. റിലീസിന് മുമ്പ് തന്നെ വലിയ ഹൈപ്പും പ്രതീക്ഷയും നേടിയിരുന്ന ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുകയാണ്. ആദ്യ ദിനം തന്നെ 50 കോടി രൂപ ഓപ്പണിംഗ് ലക്ഷ്യമിട്ട് എത്തിയ ചിത്രം ഇതിനകം തന്നെ റെക്കോർഡ് നേട്ടങ്ങളിലേക്ക് കുതിച്ചുയരുകയാണ്. മോഹൻലാലും ജീത്തു ജോസഫും വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ഒരു സിനിമ മാത്രമല്ല, മറിച്ച് ഒരു അതിഗംഭീര അനുഭവമാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത്. ജോർജ് കുട്ടി വീണ്ടും സ്ക്രീനിൽ എത്തിയ നിമിഷം മുതൽ തന്നെ തിയേറ്ററുകൾ ആഘോഷപ്പറമ്പുകളായി മാറുകയായിരുന്നു. പല തിയേറ്ററുകളിലും പുലർച്ചെ ഫാൻസ് ഷോകൾ നടന്നിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വീഡിയോകൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. ഫാൻസ് ഷോകൾക്ക് മുന്നിൽ വൻ തിരക്കായിരുന്നു. പല ഇടങ്ങളിലും അധിക ഷോകൾ വരെ ചേർക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇത് ഒരു സാധാരണ സിനിമ റിലീസ് അല്ല, മറിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണെന്നാണ് ആരാധകർ പറയുന്നത്. ആദ്യം തന്നെ പറയേണ്ടത് ദൃശ്യം എന്ന ബ്രാൻഡിന്റെ ശക്തിയെക്കുറിച്ചാണ്. 2013 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിയ സിനിമയായിരുന്നു. ഒരു സാധാരണ കുടുംബകഥയായി ആരംഭിച്ച് പിന്നീട് അതിഗംഭീര ത്രില്ലറാക്കി മാറ്റിയ ജീത്തു ജോസഫിന്റെ മാജിക്ക് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഞെട്ടിച്ചിരുന്നു. പിന്നീട് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി. അതിനുശേഷം വന്ന ദൃശ്യം 2 വീണ്ടും അതേ വിജയമാവർത്തിച്ചു. ഇപ്പോൾ 3ാം ഭാഗം എത്തിയപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ ആകാശമുട്ടുകയായിരുന്നു. കാരണം ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഒരു സാധാരണ കഥാപാത്രമല്ല, കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സാധാരണ മനുഷ്യന്റെ അതിജീവന കഥയാണ് അത്. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾക്ക് ജോർജ് കുട്ടിയോടുള്ള ബന്ധം കുറയാത്തത്. ഇപ്പോൾ ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്തിയതോടെ ആദ്യ പ്രതികരണങ്ങൾ എല്ലാം അത്യന്തം പോസിറ്റീവാണ്. ആദ്യ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഒരേയൊരു അഭിപ്രായമായിരുന്നു: ജീത്തു ജോസഫ് വീണ്ടും ഞെട്ടിച്ചു. ആദ്യ ഭാഗത്തേക്കാളും 2ാം ഭാഗത്തേക്കാളും കൂടുതൽ ത്രില്ലും ടെൻഷനും നിറഞ്ഞ സിനിമയാണ് 3ാം ഭാഗമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങൾ തിയേറ്ററുകളിൽ വലിയ ഷോക്കാണ് സൃഷ്ടിക്കുന്നത്. ചിലർ പറയുന്നത് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ട്വിസ്റ്റാണ് സിനിമയിൽ ഉള്ളതെന്നാണ്. അതുകൊണ്ടുതന്നെ ഇപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സിനിമയുടെ കഥയെക്കുറിച്ച് സ്പോയിലറുകൾ പുറത്തുവിടാതിരിക്കാൻ ആരാധകർ തന്നെ ശ്രദ്ധിക്കുന്നതും ശ്രദ്ധേയമാണ്. കാരണം ദൃശ്യം ഒരു അനുഭവമായി തന്നെ എല്ലാവരും കാണണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് പറയാതെ പോകാൻ സാധിക്കില്ല. ജോർജ് കുട്ടിയായി അദ്ദേഹം വീണ്ടും ജീവിച്ചിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ആദ്യ ഭാഗത്തിൽ കണ്ട ആ സാധാരണ മനുഷ്യന്റെ പേടിയും ടെൻഷനും ബുദ്ധിയും ഇപ്പോഴും അതേ തീവ്രതയിൽ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. ചില രംഗങ്ങളിൽ മോഹൻലാലിന്റെ പ്രകടനം കാണുമ്പോൾ തന്നെ തിയേറ്ററുകളിൽ കയ്യടികൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട വികാരരംഗങ്ങളിൽ അദ്ദേഹം വീണ്ടും പ്രേക്ഷകരെ കണ്ണുനിറയിപ്പിക്കുന്നുണ്ട്. അതേസമയം സസ്പെൻസ് നിറഞ്ഞ രംഗങ്ങളിൽ പഴയ ജോർജ് കുട്ടിയുടെ കൃത്യമായ കാൽക്കുലേഷനും പ്ലാനിംഗും വീണ്ടും കാണാൻ കഴിയുന്നുണ്ട്. പലരും പറയുന്നത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജോർജ് കുട്ടി എന്നതാണ്. ജീത്തു ജോസഫിന്റെ സംവിധാനവും തിരക്കഥയും വീണ്ടും പ്രശംസ നേടുകയാണ്. ആദ്യ ഭാഗം മുതൽ തന്നെ ദൃശ്യം സിനിമകളുടെ ഏറ്റവും വലിയ ശക്തി തിരക്കഥയാണ്. ഒരു ചെറിയ ഡയലോഗ് പോലും പിന്നീട് വലിയ ട്വിസ്റ്റായി മാറുന്ന രീതിയിലാണ് ജീത്തു കഥ ഒരുക്കുന്നത്. ഈ തവണയും അതേ മാജിക്ക് അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ പകുതി വളരെ സാധാരണ രീതിയിൽ മുന്നേറുന്നുവെന്ന് തോന്നിച്ചാലും പിന്നീട് ഓരോ രംഗവും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ക്ലൈമാക്സിലെത്തുമ്പോൾ പലരും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും മറക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത്രയും ടെൻഷനും സസ്പെൻസും നിറഞ്ഞ അനുഭവമാണ് സിനിമ നൽകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. ഇപ്പോൾ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും അതിഗംഭീരമാണ്. കേരളത്തിൽ മാത്രം ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനാണ് ചിത്രം നേടുന്നതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. പ്രീ സെയിൽസിൽ തന്നെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ചിത്രം റിലീസ് ദിനത്തിൽ അതിനേക്കാൾ വലിയ തിരക്കാണ് സൃഷ്ടിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ പല ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നു. അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലും മികച്ച ഓപ്പണിംഗ് റിപ്പോർട്ടുകളാണ് വരുന്നത്. ആദ്യ ദിനം തന്നെ 50 കോടി രൂപയുടെ ആഗോള കളക്ഷൻ ലക്ഷ്യമിടുന്ന ചിത്രം അത് മറികടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ട്രേഡ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണറുകളിൽ ഒന്നായി ദൃശ്യം 3 മാറിയിരിക്കുകയാണ്. സിനിമയുടെ സാങ്കേതിക മികവും ഇപ്പോൾ വലിയ ചർച്ചയാണ്. ക്യാമറ, പശ്ചാത്തല സംഗീതം, എഡിറ്റിംഗ് എല്ലാം അതിഗംഭീര നിലവാരത്തിലാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതം പല രംഗങ്ങളിലും ടെൻഷൻ ഇരട്ടിയാക്കുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സസ്പെൻസ് രംഗങ്ങളും തിയേറ്ററുകളിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നതിന് പ്രധാന കാരണം ഈ ടെക്നിക്കൽ മികവാണ്. സിനിമയുടെ ദൃശ്യഭംഗിയും വളരെ മികച്ചതാണെന്നാണ് അഭിപ്രായങ്ങൾ. അതേസമയം ചിലർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്: ദൃശ്യം 3 മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമോ എന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ നോക്കിയാൽ അതിന് വലിയ സാധ്യതയുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. കാരണം കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ്. വാക്ക് ഓഫ് മൗത്ത് വളരെ ശക്തമാണ്. ആദ്യ ദിനം കണ്ട പലരും വീണ്ടും കുടുംബത്തോടൊപ്പം സിനിമ കാണാൻ പോകുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അതാണ് സിനിമയുടെ ദീർഘകാല വിജയത്തിന് ഏറ്റവും വലിയ കാരണം. സിനിമയിൽ മീന, അൻസിബ, എസ്തർ അനിൽ എന്നിവർ വീണ്ടും മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ്.
കുടുംബരംഗങ്ങളിൽ ഇവരുടെ അഭിനയവും വലിയ പ്രശംസ നേടുന്നുണ്ട്. പ്രത്യേകിച്ച് ചില വികാരരംഗങ്ങളിൽ തിയേറ്ററുകളിൽ നിശബ്ദത നിറയുന്ന നിമിഷങ്ങൾ വരെ ഉണ്ടാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ചില സർപ്രൈസ് കഥാപാത്രങ്ങളും സിനിമയിൽ ഉണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അവയാണ് സിനിമയുടെ വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായി മാറിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി സിനിമാ ഗ്രൂപ്പുകളും റിവ്യൂ പേജുകളും ദൃശ്യം 3-നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചിലർ ഇതിനെ മലയാള സിനിമയുടെ പുതിയ ചരിത്രമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മറ്റു ചിലർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ത്രില്ലർ ഫ്രാഞ്ചൈസി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി പ്രേക്ഷകരും സിനിമയെക്കുറിച്ച് വലിയ ആവേശത്തിലാണ്. ഹിന്ദി റീമേക്ക് എപ്പോൾ വരും എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നാൽ മലയാള പതിപ്പിന്റെ വിജയം കണ്ട് പലരും ആദ്യം അതേ പതിപ്പ് തന്നെ കാണാനാണ് തീരുമാനിക്കുന്നത്. ദൃശ്യം 3 ഇപ്പോൾ ഒരു സിനിമ എന്നതിലുപരി ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ശക്തി വീണ്ടും ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാലും ജീത്തു ജോസഫും. വർഷങ്ങളായി കാത്തിരുന്ന ആരാധകർക്ക് അതിനേക്കാൾ വലിയ അനുഭവമാണ് ഈ സിനിമ നൽകിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ചിത്രം എത്ര വലിയ റെക്കോർഡുകൾ സൃഷ്ടിക്കും, ബോക്സ് ഓഫീസിൽ എത്ര ദൂരം പോകും, ജോർജ് കുട്ടി വീണ്ടും ലോക സിനിമ പ്രേക്ഷകരെ എങ്ങനെ ഞെട്ടിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ദൃശ്യം 3 ഇതിനകം തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു.